ഗൾഫ് നാടുകളിലെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കും. ലോക സാമ്പത്തിക ഭൂപടത്തിൽ ഗൾഫ് മേഖല എന്നും ഒരു അത്ഭുതമാണ്. കേവലം എണ്ണച്ചന്തകൾ മാത്രമായിരുന്ന മരുഭൂമിയിലെ രാജ്യങ്ങൾ ഇന്ന് ആഗോള വ്യവസായത്തിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക വളർച്ചയോടൊപ്പം സമാനതകളില്ലാത്ത മറ്റൊരു മാറ്റം കൂടി അവിടെ നിശബ്ദമായി സംഭവിക്കുന്നുണ്ട്. അത് ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വൻ വർധനവാണ്. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വരും പതിറ്റാണ്ടുകളിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ പോലും മറികടക്കുന്ന പ്രകടനമായിരിക്കും ഗൾഫ് മേഖല കാഴ്ചവെക്കുക എന്നാണ്. ഈ ജനസംഖ്യാ സ്ഫോടനം ഗൾഫിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക മേഖലകളെയും പ്രത്യേകിച്ച് പ്രവാസി സമൂഹങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. കണക്കുകൾ വിശദമായി പരിശോധിച്ചാൽ ഗൾഫ് മേഖലയിലെ ജനസംഖ്യാ വളർച്ചയുടെ വ്യാപ്തി വ്യക്തമാകും നമുക്ക്. 2022 5.66 കോടിയായിരുന്ന GCC ജനസംഖ്യ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അതായത് 2025ഓടെ 6.28 കോടിയിലേക്ക് ഉയർന്നു. 3 വർഷങ്ങൾക്കിടയിൽ മാത്രം 62 ലക്ഷത്തിലധികം ആളുകളാണ് മേഖലയിലേക്ക് പുതുതായി എത്തിയത്. പ്രതിവർഷം ശരാശരി 3.5% എന്ന നിരക്കിലാണ് ഗൾഫിലെ ജനസംഖ്യ വളരുന്നത്. ഇത് ആഗോള ശരാശരിയുടെ 3 ഇരട്ടിയോളം വരുമെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നിർമ്മാണ മേഖലയിലുണ്ടായ വിപ്ലവകരമായ കുതിച്ചുചാട്ടം, അതിവേഗ നഗരവൽക്കരണം, മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിവിധ GCC രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന വൻകിട വികസന പദ്ധതികൾ എന്നിവയെല്ലാം ഈ ജനസംഖ്യാ പെരുപ്പത്തിന് വേഗത കൂട്ടി. ലോകത്തെ ഭൂരിഭാഗം വികസിത രാജ്യങ്ങളും വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ വലിയ തൊഴിൽ ക്ഷാമം അനുഭവിക്കുമ്പോൾ ഗൾഫ് മേഖല തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്. GCCയിലെ ആകെ ജനസംഖ്യയുടെ 3/4 അതായത് 76.7% 15നും 24നും ഇടയിൽ പ്രായമുള്ള ജോലി ചെയ്യാൻ ശേഷിയുള്ള പ്രായക്കാരാണ്. ഇതിൽ തന്നെ 15നും 34നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ മാത്രം മൊത്തം ജനസംഖ്യയുടെ 38.2% വരുന്നു. ഉൽപാദനക്ഷമതയും അധ്വാന ശേഷിയുമുള്ള ഇത്ര വലിയൊരു യുവജന വിഭാഗം നിലവിലുണ്ടെന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാവസായിക അടിത്തറയ്ക്കും വലിയ കരുത്തു പകരുന്നു. കുട്ടികളുടെ എണ്ണം 20.6%, വയോധികരുടേത് കേവലം 2.6% മാത്രമാണ്. അതുകൊണ്ട് തന്നെ മൊത്തം ആശ്രിതത്വ അനുപാതം നോക്കുമ്പോൾ ജോലി ചെയ്യുന്ന 100 പേർക്ക് സാമ്പത്തികമായി ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളും വയോധികരും ഉൾപ്പെടെ കേവലം 30 പേർ മാത്രമാണുള്ളത്. ഗൾഫ് ജനസംഖ്യയുടെ ഘടന പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന സവിശേഷത അതിലെ ലിംഗാനുപാതമാണ്. ലോകത്തെവിടെയും കാണാത്ത വിധത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥയാണ് ഗൾഫിലുള്ളത്. നിലവിലെ കണക്കനുസരിച്ച് GCCയിൽ ആകെ ജനസംഖ്യയുടെ 62.7% പുരുഷന്മാരാണ്. സ്ത്രീകൾ 37.3% മാത്രമാണ്. അതായത് ഓരോ 100 സ്ത്രീകൾക്കും 168 പുരുഷന്മാർ എന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ ലിംഗാനുപാതം. ഇത് പ്രാദേശികമായ ജനന നിരക്കിന്റെ പ്രത്യേകതയല്ല, മറിച്ച് വിദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. നിർമ്മാണ, സാങ്കേതിക, IT സേവന മേഖലകളിൽ ജോലി ചെയ്യുന്നതിനായി കുടുംബത്തെ നാട്ടിലാക്കിയെത്തുന്ന പുരുഷ തൊഴിലാളികളാണ് ഈ അസന്തുലിതാവസ്ഥയ്ക്ക് പ്രധാന കാരണമാകുന്നത്. വരുന്ന 1/4 നൂറ്റാണ്ടിൽ ഗൾഫ് രാജ്യങ്ങളുടെ ജനസംഖ്യ ഇനിയും അതിവേഗം വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനം. 2050ഓടെ GCCയിലെ ആകെ ജനസംഖ്യ 8.36 കോടിയിലേക്ക് കുതിച്ചുയരും. ഇത് 2025ന്റെ കണക്കുകളേക്കാൾ 33.6%-ലധികം വർധനവാണ് കാണിക്കുന്നത്. എങ്കിലും ഈ വളർച്ചയ്ക്കൊപ്പം പുതിയ ചില നയതന്ത്ര സാമൂഹിക വെല്ലുവിളികളും ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ വളരെ കുറവായ വയോജനങ്ങളുടെ എണ്ണം 2050 ആകുമ്പോഴേക്കും ഇരട്ടിയായി വർദ്ധിച്ച് 55 ലക്ഷത്തോളമാകും. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യരംഗത്തും സാമൂഹിക സുരക്ഷാ പദ്ധതികളിലും വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ അധികൃതരെ നിർബന്ധിതരാക്കും. ഗതാഗത സൗകര്യങ്ങൾ, പാർപ്പിട സമുച്ചയങ്ങൾ, കുടിവെള്ള വിതരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദീർഘകാല നഗരാസൂത്രണം ഈ ഘട്ടത്തിൽ അത്യാവശ്യമായി മാറും. ചുരുക്കത്തിൽ എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ ജനസംഖ്യാ വളർച്ച ഒരു വലിയ അനുഗ്രഹവും ഒപ്പം ഭാരിച്ച ഉത്തരവാദിത്വവുമാണ്. വരും വർഷങ്ങളിൽ തൊഴിൽ വിപണി കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ ആഗോളതലത്തിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ വരവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അടിസ്ഥാന സൗകര്യ വികസനവും ദിശാബോധമുള്ള ഭരണ നയങ്ങളും കൃത്യമായി സംയോജിപ്പിച്ചാൽ മാത്രമേ ഈ ജനസംഖ്യാ വർധനവിനെ സുസ്ഥിരമായ സാമ്പത്തിക നേട്ടമാക്കി മാറ്റാൻ GCC രാജ്യങ്ങൾക്ക് സാധിക്കൂ. പ്രവാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക കുതിപ്പും ജനസംഖ്യാ പെരുപ്പവും വരും പതിറ്റാണ്ടുകളിലും പുതിയ തൊഴിൽ വാതിലുകൾ തുറക്കുമെന്ന വലിയൊരു പ്രതീക്ഷ നൽകുന്നു. അവധിക്കാലം കഴിഞ്ഞ് മടങ്ങാനായി വിമാനത്താവളത്തിലെത്തുന്ന ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ ആശ്വാസം യാത്രയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമായി കൈവശമുണ്ട് എന്ന വിശ്വാസമാണ്. പാസ്പോർട്ടും ടിക്കറ്റും വിസയും എല്ലാം സ്മാർട്ട് ഫോണിലെ ഡിജിറ്റൽ ഫോർമാറ്റിൽ സുരക്ഷിതമാണെന്ന ധാരണയിൽ ചെക്ക് ഇൻ കൗണ്ടറിലെത്തുന്ന പലർക്കും ഇന്ന് വലിയൊരു ഞെട്ടലാണ് കാത്തിരിക്കുന്നത്.
അടുത്തിടെ കേരളത്തിൽ നിന്നും ഷാർജയിലേക്ക് മടങ്ങാനെത്തിയ ഒരു മലയാളി യാത്രക്കാരന് നേരിടേണ്ടി വന്ന ദുരനുഭവം പ്രവാസ ലോകത്തിന് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. UAE ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ UAE പാസ് വഴി തന്റെ സാധുവായ റെസിഡൻസ് വിസയും ഡിജിറ്റൽ എമിറേറ്റ്സ് ഐഡിയും കാണിച്ചിട്ടും എയർലൈൻ അധികൃതർ അദ്ദേഹത്തിന് യാത്രാനുമതി നിഷേധിച്ചു. ഒറിജിനൽ കാർഡ് നേരിട്ട് കാണിക്കാതെ ബോർഡിംഗ് പാസ് നൽകാനാവില്ലെന്ന എയർലൈനുകളുടെ കർശന നിലപാട് ഇന്ന് നിരവധി പ്രവാസികളുടെ യാത്രകളാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. UAE സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതം പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും സർക്കാർ സേവനങ്ങൾക്കും എന്തിന് ഡ്രൈവിംഗ് ലൈസൻസിന് പകരമായി പോലും ഡിജിറ്റൽ രേഖകൾ ഉപയോഗിക്കാൻ കഴിയുന്ന രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ കാർഡുകൾ എപ്പോഴും പേഴ്സിൽ കൊണ്ട് നടക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണ പ്രവാസികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഡിജിറ്റൽ സൗകര്യം UAEയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള ഒന്നാണെന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തി ഇന്ത്യയിലെയോ കാനഡയിലെയോ വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ അവിടുത്തെ എയർലൈൻ ജീവനക്കാർ പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര വ്യോമയാന നിയമങ്ങൾക്കും അതത് രാജ്യങ്ങളിലെ എമിഗ്രേഷൻ ചട്ടങ്ങൾക്കും വിധേയമായാണ്. വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളുടെ ആധികാരികത തത്സമയം പരിശോധിക്കാൻ എയർലൈനുകൾക്ക് സാങ്കേതികമായി കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ഫോട്ടോ കോപ്പികളോ സ്ക്രീൻഷോട്ടുകളോ ആപ്പിലെ ഡിജിറ്റൽ പതിപ്പുകളോ അന്താരാഷ്ട്ര യാത്രകളിൽ യാതൊരുവിധ നിയമ സാധുതയും ഇല്ലാത്ത വെറും കടലാസുകൾ മാത്രമായി മാറുന്നു. കേരളത്തിൽ നിന്നോ ഇന്ത്യയിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നോ UAEയിലേക്ക് പോകുന്നവർക്ക് മാത്രമുള്ള ഒരു നിബന്ധനയാണിതെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങളിൽ ഒരുപോലെ ബാധകമായ കർശന നിയമമാണെന്ന് ട്രാവൽ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രമുഖ ട്രാവൽസിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ ഈ വിഷയത്തിൽ വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്മാർട്ട് ഫോണിലെ ചിത്രങ്ങളെ ആശ്രയിക്കാതെ ഒറിജിനൽ കാർഡ് എപ്പോഴും കയ്യിൽ കരുതേണ്ടത് അനിവാര്യമാണെന്നും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക സംഘർഷവും അനുഭവിക്കേണ്ടി വരുമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. മുസാഫിർ.comന്റെ വൈസ് പ്രസിഡന്റ് റിക്കിൻ ഷേത്ത് കാനഡയിലെ ടൊറന്റോ വിമാനത്താവളത്തിൽ വെച്ച് തനിക്കുണ്ടായ സമാനമായ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ടൊറന്റോയിൽ നിന്ന് UAEയിലേക്കുള്ള യാത്രയിൽ ചെക്ക് ഇൻ കൗണ്ടറിലും എമിഗ്രേഷനിലും അദ്ദേഹത്തോട് ഫിസിക്കൽ എമിറേറ്റ്സ് ID ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: നിങ്ങളുടെ രാജ്യമോ പൗരത്വമോ ഏതെന്ന് നോക്കാതെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും UAEയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഒരൊറ്റ തിരിച്ചറിയൽ രേഖ നിർബന്ധമാണ്. മുൻകാലങ്ങളിൽ UAE റെസിഡൻസ് വിസകൾ പാസ്പോർട്ടിൽ വലിയ സ്റ്റിക്കറുകളിൽ പതിച്ചു നൽകുന്ന രീതിയുണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ആ രീതി നിർത്തലാക്കുകയും വിസ വിവരങ്ങൾ പൂർണ്ണമായും എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. അതായത് നിലവിലൊരു പ്രവാസിയുടെ പാസ്പോർട്ടിൽ അദ്ദേഹം UAEയിലെ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന യാതൊരുവിധ സ്റ്റാമ്പുകളുമില്ല. ഈ സാഹചര്യത്തിൽ ഒരു വിമാന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന് UAEയിൽ പ്രവേശിക്കാൻ നിയമപരമായ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഏകമാർഗം ഈ ഫിസിക്കൽ കാർഡ് മാത്രമാണ്. മതിയായ യാത്രാരേഖകളില്ലാത്ത ഒരാളെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചാൽ എയർലൈനുകൾക്ക് വലിയ തുക പിഴയായി ഒടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഫിസിക്കൽ കാർഡിലെ ചിപ്പും സുരക്ഷാ മുദ്രകളും നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വിമാന കമ്പനികൾ നിർബന്ധിതരാകുന്നു. നാട്ടിലേക്കുള്ള യാത്രയുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പേഴ്സുകൾ മാറ്റുമ്പോഴോ അലമാരകൾക്കകത്തോ നാം എമിറേറ്റ്സ് ഐഡികൾ മറന്നു വെക്കാറുണ്ട്. തിരികെ പോകുന്നത് വരെ ഇത് ആവശ്യമില്ലല്ലോ എന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ. എന്നാൽ തിരിച്ചുള്ള യാത്രയിൽ വിമാനത്താവളത്തിൽ വെച്ചായിരിക്കും ആ ചെറിയ പ്ലാസ്റ്റിക് കാർഡിന്റെ വില നമ്മൾ മനസ്സിലാക്കുക. എത്ര വലിയ ഡിജിറ്റൽ യുഗത്തിലാണെങ്കിലും അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കാൻ ചില പഴയ രീതിയിലുള്ള രേഖകൾ കൂടിയേ തീരൂ എന്ന വലിയ പാഠമാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവധിക്കാലം കഴിഞ്ഞ് മടങ്ങാൻ തയ്യാറെടുക്കുന്ന ഓരോ പ്രവാസിയും വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് പാസ്പോർട്ടിനൊപ്പം തങ്ങളുടെ ഒറിജിനൽ എമിറേറ്റ്സ് ID സുരക്ഷിതമായി ബാഗിലുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പുകൾക്കും സ്വപ്നങ്ങൾക്കും ഒരു ചെറിയ അശ്രദ്ധയുടെ പേരിൽ തടയിടാതിരിക്കാൻ ഈ ജാഗ്രത ശീലമാക്കുക. പശ്ചിമേഷ്യയിൽ ആഗോള ശക്തികളും പ്രാദേശിക ശക്തികളും തമ്മിലുള്ള അസ്വസ്ഥതകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കലുഷിതമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നയതന്ത്ര ബന്ധങ്ങൾ തകരുകയും സൈനിക ഏറ്റുമുട്ടലുകൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിലെ സാധാരണ ജനങ്ങളാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ളതും പരോക്ഷവുമായ പോരാട്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതോടെ ഗൾഫ് നാടുകളിലെ തന്ത്രപ്രധാനമായ നിർണായക ആസ്തികളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലും അയൽ രാജ്യമായ ബഹ്റൈനിലുമുണ്ടായ ഞെട്ടിക്കുന്ന ആക്രമണങ്ങൾ. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾക്കും ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾക്കും നേരെ നിരന്തരമായി ഉണ്ടാകുന്ന ഈ പ്രഹരങ്ങൾ മേഖലയെ കടുത്ത മാനുഷികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. മരുഭൂമിയിലെ നിത്യജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ രണ്ട് കാര്യങ്ങളാണ് തടസ്സമില്ലാത്ത വൈദ്യുതിയും കുടിവെള്ളവും. എന്നാൽ 2 ദിവസത്തിനിടെ 2 തവണയാണ് കുവൈറ്റിലെ പ്രധാന വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് നിലയങ്ങളിലെ വൻ തീപിടുത്തം ഉണ്ടാവുകയും തന്മൂലം തന്ത്രപ്രധാനമായ ചില വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു.
തീയണയ്ക്കാനും തകരാറിലായ സംവിധാനങ്ങൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താനും രക്ഷാപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും രാപ്പകൽ ഭേദമന്യേ പരിശ്രമിക്കുകയാണ്. ഈ ദൗത്യത്തിനിടെ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങളെ കുവൈറ്റ് പ്രധാനമന്ത്രി നേരിട്ടെത്തി ആശുപത്രിയിൽ സന്ദർശിച്ചത് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മന്ത്രാലയം കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് ഭരണകൂടം പൗരന്മാരോടും താമസക്കാരോടും ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ കടുത്ത ഊർജ്ജ തടസ്സം നേരിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പുറമെ കുവൈറ്റിന്റെ വ്യോമാതിർത്തി കടന്നെത്തിയ നിരവധിയായ ഡ്രോണുകളാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടത്. തലസ്ഥാന നഗരിയിലും പരിസര പ്രദേശങ്ങളിലും മുഴങ്ങിക്കേട്ട വൻ സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സേന ഡ്രോണുകളെ വിജയകരമായി തകർത്തതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് ആർമി ജനറൽ സ്റ്റാഫ് സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ കുവൈറ്റിലെ തന്ത്രപ്രധാനമായ അലി അൽ സാലൈം വ്യോമസേനാ താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അവകാശപ്പെടുകയുണ്ടായി. അമേരിക്കൻ സേനയുടെ സാന്നിധ്യമുള്ള ഈ താവളത്തിന് നേരെ നടന്ന ആക്രമണം വലിയ ആശങ്ക പരത്തിയെങ്കിലും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ജനങ്ങൾ ഔദ്യോഗിക വിവരങ്ങളിൽ മാത്രം വിശ്വസിക്കണമെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പരത്തരുതെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ. അയൽരാജ്യമായ ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടായത് മേഖലയിലെ മുഴുവൻ നിവാസികളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങളോട് ഉടനടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഷെൽട്ടറുകളിലേക്കും മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഏതൊരു നിമിഷവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന ഭയത്തിൽ സദാ ജാഗ്രതയോടെ കഴിയേണ്ട അവസ്ഥയിലാണ് ബഹ്റൈനിലെ പൗരന്മാരും വലിയൊരു വിഭാഗം പ്രവാസികളും. സമാധാനപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഗൾഫ് മേഖല പെട്ടെന്നൊരു യുദ്ധകളമായി മാറുന്നതിന്റെ ദുരന്ത ചിത്രമാണ് ഈ സംഭവങ്ങൾ തുറന്നു കാട്ടുന്നത്. മേഖലയിലെ ഈ കടുത്ത തകർച്ചയ്ക്ക് പിന്നിൽ സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. വിദേശ സൈനിക താവളങ്ങൾക്ക് അഭയം നൽകുന്നു എന്ന കാരണം പറഞ്ഞാണ് ഇറാൻ തങ്ങളുടെ അയൽ രാജ്യങ്ങളെയും അവരുടെ നിർണായക ആസ്തികളെയും ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വയം പ്രതിരോധം എന്ന വ്യാജേന ഇറാൻ നടത്തുന്നത് അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടുത്ത കടന്നുകയറ്റമാണെന്ന് പ്രമുഖ പത്രമായ കുവൈറ്റ് ടൈംസ് അടക്കമുള്ള കുവൈറ്റ് മാധ്യമങ്ങൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. വിദേശ ഭീഷണികളിൽ നിന്ന് രാജ്യത്തിന് സംരക്ഷണം ഉറപ്പാക്കാൻ അമേരിക്കൻ സേനയുടെ സഹായം സ്വീകരിക്കുന്നത് പൂർണ്ണമായും കുവൈറ്റിന്റെ പരമാധികാര തീരുമാനമാണ്. ലോകത്തെല്ലായിടത്തും സങ്കീർണമായ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ സഹായ ഹസ്തവുമായി മുന്നിലുണ്ടായിരുന്ന രാജ്യമാണ് കുവൈറ്റ്. എന്നാൽ ഇന്ന് രാജ്യം വലിയൊരു നിലനിൽപ്പ് ഭീഷണി നേരിടുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കുവൈറ്റിനൊപ്പം ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു യുദ്ധത്തിലും സംഘർഷത്തിലും അന്തിമമായി തകരുന്നത് സാധാരണ ജനങ്ങളുടെ സമാധാനവും അവർ കെട്ടിപ്പടുത്ത ജീവിതവുമാണ്. ശുദ്ധജല വിതരണ ശൃംഖലകളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെടുന്നത് കേവലം കെട്ടിടങ്ങൾ തകരലല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാഥമിക നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഈ യുദ്ധജ്വാലകൾ ഉടൻ തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ അണച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയ്ക്കപ്പുറത്തേക്ക് ആഗോള സാമ്പത്തിക ഘടനയെ പോലും തകർത്തെറിയും. അതിനാൽ ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലോകരാഷ്ട്രങ്ങൾ ഉടനടി ഇടപെടേണ്ട സമയം സംജാതമായിരിക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും പുകയുന്ന സുരക്ഷാ സംഘർഷങ്ങളും വ്യോമപാതകളിലെ നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തെ വൻതോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രമുഖ വ്യോമയാന കേന്ദ്രങ്ങളായ യുഎഇയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ ഇതിനോടകം പുനഃക്രമീകരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നത് യുഎഇക്കും കുവൈറ്റിനും ഇടയിലുള്ള വിമാന സർവീസുകളെയാണ്. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന അടിയന്തര സാഹചര്യങ്ങൾ മൂലം സർവീസുകൾ തടസ്സപ്പെടുമ്പോൾ ആയിരക്കണക്കിന് പ്രവാസികളും വിനോദസഞ്ചാരികളുമാണ് യാത്രകൾ മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കുന്നത്. ആഗോള വ്യോമയാന മേഖലയും ഗൾഫ് വിമാന കമ്പനികളും നേരിടുന്ന ഈ അപ്രതീക്ഷിത പ്രതിസന്ധിയെക്കുറിച്ചും യാത്രക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യുഎഇയിലെ മുൻനിര വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, അതുപോലെ എയർ അറേബ്യ എന്നിവയെല്ലാം കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ പ്രധാന സർവീസുകൾ റദ്ദാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് ദിവസേന സർവീസ് നടത്തുന്ന EK853, EK855, EK857, EK859 എന്നീ വിമാനങ്ങളും ഇവയുടെ മടക്കയാത്രകളായ EK854, EK856, EK858, EK860 സർവീസുകളുമാണ്
എമിറേറ്റ്സ് റദ്ദാക്കിയത്. കോഡ്ഷെയർ പങ്കാളികൾ നടത്തുന്ന സർവീസുകൾ ഉപയോഗിക്കുന്ന യാത്രക്കാർ അതത് വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ വഴി തത്സമയ വിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കുന്നു. അബുദാബിയിലെ സയ്യിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടുന്ന ഇത്തിഹാദ് എയർവേസിന്റെ EY653, EY654 വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനപരമായ പ്രതിസന്ധികളും സുരക്ഷ മുൻനിർത്തിയുള്ള പാത വ്യതിയാനങ്ങളുമാണ് ഇതിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. ഷാർജ, അബുദാബി കേന്ദ്രങ്ങളിൽ നിന്നുള്ള എയർ അറേബ്യയുടെ G93L കോഡുകളിലുള്ള ഒട്ടേറെ കുവൈറ്റ് സർവീസുകളും റദ്ദാക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. അതേസമയം ഫ്ലൈ ദുബായ് തങ്ങളുടെ ചില നിർണായക സർവീസുകൾ തുടരുന്നുണ്ടെങ്കിലും യാത്രക്കാർ സമയക്രമത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ മുന്നിൽ കാണണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇത് കേവലം 2 ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള സർവീസുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രാദേശിക വിഷയമല്ല. പശ്ചിമേഷ്യൻ മേഖലയാകെ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷവും അയൽ രാജ്യങ്ങളുടെ വ്യോമപാതകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗിക വിലക്കുകളും ആഗോള വ്യോമയാന മേഖലയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സിംഗപ്പൂർ എയർലൈൻസ്, ബ്രിട്ടീഷ് എയർവേസ്, എയർ കാനഡ, ലുഫ്താൻസ ഗ്രൂപ്പ്, കാഥെ പസഫിക്, അതുപോലെ KLM, എയർ ഫ്രാൻസ് തുടങ്ങി ലോകത്തെ മുൻനിര അന്താരാഷ്ട്ര വിമാന കമ്പനികൾ പലതും ദുബായ് അടക്കമുള്ള ഗൾഫ് നഗരങ്ങളിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ മാസങ്ങളോളം നീളുന്ന തീയതികളിലേക്ക് മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. സുരക്ഷിതമായ വ്യോമപാതകൾ തേടി വിമാനങ്ങൾ യാത്ര വഴിതിരിച്ചു വിടുമ്പോൾ യാത്രാ സമയത്തിൽ 1 മുതൽ 3 മണിക്കൂർ വരെ അധിക വർധനവുണ്ടാകുന്നുണ്ട്. ഇത് വിമാന കമ്പനികളുടെ ഇന്ധന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും വിമാനത്താവളങ്ങളിലെ ലേ ഓവർ സമയവും കണക്റ്റിംഗ് സർവീസുകളും സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ബാഗേജ് കൈമാറ്റം വൈകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. യുദ്ധഭീഷണിയും ആക്രമണ സാധ്യതകളും നിലനിൽക്കുന്ന മേഖലകൾ ഒഴിവാക്കി സഞ്ചരിക്കുക എന്നത് യാത്രാ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഇത്തരമൊരു ഭീമമായ സാമ്പത്തിക നഷ്ടവും സാങ്കേതിക പ്രയാസങ്ങളും വിമാന കമ്പനികൾ ഏറ്റെടുക്കുന്നത്. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങൾ പുതുക്കി നൽകിയിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ കുവൈറ്റിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബഹ്റൈൻ, സൗദി അറേബ്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, ജോർദൻ, യമൻ അതിർത്തികൾ എന്നിവിടങ്ങളിലെ സുരക്ഷാ സാഹചര്യം പെട്ടെന്ന് മാറിമറിയാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. UAE, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളും ദൈനംദിന ജീവിതവും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിദേശ യാത്രക്കാർ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഔദ്യോഗിക ഏജൻസികളുടെയും അറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. യാത്രാ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരാകാതെ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രം വിവരങ്ങൾ ശേഖരിക്കാനാണ് സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെടുന്നത്. ഇത്തരം അപ്രതീക്ഷിത റദ്ദാക്കലുകളും വൈകൽ സംഭവങ്ങളും നേരിടുമ്പോൾ യാത്രക്കാർ അത്യധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി വിമാനത്തിന്റെ നിലവിലെ സ്ഥിതി അതത് കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെയോ മാത്രം പരിശോധിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അസ്ഥിരമായ അഭ്യൂഹങ്ങളെ ആശ്രയിക്കുന്നത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് നൽകിയിട്ടുള്ള ഫോൺ നമ്പരും ഇമെയിൽ വിലാസവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് വിമാന കമ്പനികളിൽ നിന്നുള്ള തത്സമയ സന്ദേശങ്ങൾ ലഭിക്കാൻ സഹായിക്കും. സർവീസുകൾ റദ്ദാക്കുകയോ സമയമാറ്റം വരികയോ ചെയ്താൽ ബദൽ യാത്രാ സൗകര്യങ്ങൾ, ടിക്കറ്റ് തുക തിരികെ ലഭിക്കൽ, തീയതി മാറ്റൽ എന്നിവയ്ക്കായി വിമാന കമ്പനികളുടെ കസ്റ്റമർ കെയർ വിഭാഗവുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. വേനൽക്കാല യാത്രാ തിരക്ക് നിലനിൽക്കുന്നതിനാൽ സാധാരണ സമയത്തേക്കാൾ മുൻകൂട്ടി വിമാനത്താവളങ്ങളിൽ എത്തുന്നതും സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാൻ സഹായിക്കും. പശ്ചിമേഷ്യൻ വ്യോമപാതയിലെ മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നതിനാൽ കൃത്യമായ ആസൂത്രണവും ജാഗ്രതയും മാത്രമാണ് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താനുള്ള ഏക വഴി. സൗദി അറേബ്യയിലെ വിദേശി ഗാർഹിക തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും ഒരുപോലെ ആശ്വാസമേകുന്ന നിർണായക പ്രഖ്യാപനവുമായി സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അഥവാ ജവാസത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. ഹൗസ് ഡ്രൈവർമാർ, ഗാർഹിക സഹായികൾ, സ്വകാര്യ പാചകക്കാർ, തോട്ടക്കാർ തുടങ്ങിയ ഗാർഹിക ജോലിക്കാരുടെ താമസരേഖയായ ഇക്കാമ ഇനി മുതൽ ചുരുങ്ങിയത് 3 മാസത്തേക്ക് പുതുക്കാനുള്ള സൗകര്യം രാജ്യത്ത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. രാജ്യത്തെ പ്രവാസി റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ മുസാനിദുമായി സഹകരിച്ചാണ് ഈ പുതിയ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. വർഷങ്ങളായി നിലനിന്നിരുന്ന പരമ്പരാഗത രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കൊണ്ടുവന്ന ഈ പരിഷ്കാരം സാധാരണക്കാരായ തൊഴിലുടമകൾക്കും പ്രവാസി ജീവനക്കാർക്കും ഒരേപോലെ സാമ്പത്തിക ആശ്വാസവും സേവന ലാളിത്യവും നൽകുന്നു. മുൻപ് ഗാർഹിക തൊഴിലാളികളുടെ ഇഖാമ പുതുക്കണമെങ്കിൽ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഉള്ള തുക ഒന്നിച്ചടയ്ക്കാൻ തൊഴിലുടമ നിർബന്ധിതനാകുമായിരുന്നു. എന്നാൽ രാജ്യത്തെ വാണിജ്യ വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 3, 6, 9 മാസം എന്നിങ്ങനെ അല്ലെങ്കിൽ 1 വർഷത്തേക്ക് എന്ന രീതിയിൽ ഇഖാമ പുതുക്കാനുള്ള സാമ്പത്തിക ഇളവുകൾ മുൻപ് തന്നെ ലഭ്യമാക്കിയിരുന്നു. ഗാർഹിക മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഈ സൗകര്യം ലഭിക്കാതിരുന്നത് പലപ്പോഴും തൊഴിലുടമകൾക്ക് പെട്ടെന്ന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ വാണിജ്യ മേഖല
മേഖലയ്ക്കും ഗാർഹിക മേഖലയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഈ വിവേചനം പൂർണ്ണമായും ഇല്ലാതാവുകയും രണ്ട് വിഭാഗങ്ങൾക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയും ചെയ്തിരിക്കുകയാണ്. സാമ്പത്തിക തലത്തിൽ ഈ പുതിയ മാറ്റം വലിയൊരു നേട്ടമാണ് തൊഴിലുടമകൾക്ക് സമ്മാനിക്കുന്നത്. മുൻപ് ഒരു വർഷത്തേക്ക് ഇഖാമ പുതുക്കുന്നതിനായി തൊഴിലുടമകൾ ഒന്നിച്ച് 650 സൗദി റിയാലാണ് സർക്കാർ ഫീസായി അടച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം ഓരോ 3 മാസത്തേക്കും തവണകളായി കുറഞ്ഞ നിരക്കിൽ ഇഖാമ പുതുക്കാൻ സാധിക്കും. അതായത് 3 മാസത്തെ കാലാവധി മാത്രമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രസ്തുത കാലയളവിലേക്ക് 162 റിയാലും 50 ഹലലയും മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. വിദേശത്ത് നിന്നും പുതുതായി എത്തുന്ന തൊഴിലാളികളുടെ പ്രൊബേഷൻ കാലയളവിലോ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രം ജോലിക്കാരെ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിലോ ഒരു വർഷത്തെ മുഴുവൻ തുകയും ഒറ്റയടിക്ക് മുടക്കേണ്ട അവസ്ഥ ഇതിലൂടെ ഇല്ലാതാകുന്നു. സൗദി അറേബ്യ നടപ്പിലാക്കി വരുന്ന വിഷൻ 2030 എന്ന വികസന നയത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ നവീകരണത്തിന്റെ തുടർച്ചയാണ് ഈ പുതിയ നടപടി. ഗാർഹിക തൊഴിൽ വിപണിയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനും വിദേശ തൊഴിലാളികളുടെയും സ്വദേശി തൊഴിലുടമകളുടെയും അവകാശങ്ങൾ കൃത്യമായി സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് മുസാനിദ്. ഈ പ്ലാറ്റ്ഫോം വഴി സ്പോൺസർമാർക്ക് വളരെ എളുപ്പത്തിൽ ആവശ്യമായ കാലാവധി തിരഞ്ഞെടുക്കാനും ബാങ്കിംഗ് ആപ്പുകൾ വഴി ഓൺലൈനായി ഫീസ് അടച്ച് നടപടികൾ പൂർത്തിയാക്കാനും കഴിയും. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൊഴിൽ കരാറുകളും താമസരേഖാ പുതുക്കലുകളും സുതാര്യമാക്കുന്നത് രാജ്യത്തെ നിയമവിരുദ്ധ താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്താനും സഹായിക്കും. ഹൗസ് ഡ്രൈവർമാർ അടക്കമുള്ള ദശലക്ഷക്കണക്കിന് ഗാർഹിക തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഇത്തരമൊരു വഴക്കമുള്ള നയം കൊണ്ടുവന്നത് വിപണിയിലെ പണലഭ്യത വർദ്ധിപ്പിക്കാനും തൊഴിൽ തർക്കങ്ങൾ ഒഴിവാക്കാനും ഉതകും. പലപ്പോഴും ഒറ്റയടിക്ക് വലിയ തുക കണ്ടെത്തി ഇഖാമ പുതുക്കാൻ തൊഴിലുടമയ്ക്ക് കഴിയാതെ വരികയും അതുമൂലം ഇഖാമ കാലാവധി കഴിഞ്ഞ് തൊഴിലാളികൾ അനധികൃതമായി രാജ്യത്ത് തുടരേണ്ടി വരികയും ചെയ്യുന്ന പ്രതിസന്ധികൾ പ്രവാസികൾ നേരിടാറുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് പുതിയ പരിഷ്കരണത്തിലൂടെ ശാശ്വത പരിഹാരമാകും. ചുരുങ്ങിയ കാലയളവിലേക്ക് ഇഖാമ പുതുക്കാൻ കഴിയുന്നത് സ്പോൺസർമാർക്ക് തങ്ങളുടെ സാമ്പത്തിക ബജറ്റ് കൃത്യമായി സൂക്ഷിക്കാനും ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തി കരാർ തുടരാനും സഹായിക്കുന്നതോടൊപ്പം പ്രവാസി ജീവനക്കാരുടെ താമസരേഖ എപ്പോഴും നിയമവിധേയമായി നിലനിർത്താൻ കൂടുതൽ സുഗമമായ വഴിയൊരുക്കുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സ്വന്തമാക്കുക എന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പ്രതിവർഷം പുതിയ തൊഴിലവസരങ്ങൾ തേടി UAE എത്തുന്നത്. എന്നാൽ പ്രവാസികളുടെയും തൊഴിലന്വേഷകരുടെയും ഈ ആഗ്രഹത്തെയും അമിത പ്രതീക്ഷകളെയും മുതലെടുത്തുകൊണ്ട് വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് ഓൺലൈൻ ലോകത്ത് അരങ്ങേറുന്നത്. സോഷ്യൽ മീഡിയയും മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാജ വിസ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ അതിജാഗ്രത പുലർത്തണമെന്ന് ദുബായ് പോലീസ് ആന്റി ഫ്രോഡ് സെന്റർ പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് പരമ്പരാഗത രീതികളല്ല, മറിച്ച് സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള തികച്ചും പ്രൊഫഷണൽ എന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ തുടങ്ങിയ പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകളിലും ആകർഷകമായ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഇരകളെ കണ്ടെത്തുന്നത്. UAE പ്രമുഖ കമ്പനികളുടെ പേരുകൾ, വ്യാജ സീലുകൾ, ഔദ്യോഗിക രേഖകൾ എന്ന് തോന്നിപ്പിക്കുന്ന ലോഗോകൾ എന്നിവ ഉപയോഗിച്ച് വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഇവർ വ്യാജ ഓഫർ ലെറ്ററുകൾ നിർമ്മിക്കുന്നത്. തങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങൾ പോലും നടത്താതെ നിമിഷങ്ങൾക്കകം ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്യുകയാണ് ഇവരുടെ ആദ്യപടി. തൊഴിൽ ലഭ്യത ഉറപ്പാക്കൽ, സൗജന്യ താമസം, വിസ നടപടികൾ വേഗത്തിലാക്കൽ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രോസസിംഗ് ഫീസുകളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എംബസി അറ്റസ്റ്റേഷൻ, മെഡിക്കൽ പരിശോധനകൾ, നിയമപരമായ രേഖാചമയം തുടങ്ങിയ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻകൂറായി പണം നിക്ഷേപിക്കാൻ ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തുക കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇത്തരക്കാരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധം ഇവർ അപ്രത്യക്ഷരാകുകയോ ഫോൺ നമ്പറുകളും പ്രൊഫൈലുകളും ബ്ലോക്ക് ചെയ്യുകയോ ആണ് പതിവ്. ദുബായിൽ വർദ്ധിച്ചു വരുന്ന ഈ ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ദുബായ് പോലീസ് ബി അവെയർ ഓഫ് ഫ്രോഡ്, അതായത് തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പുലർത്തുക എന്ന പേരിൽ സമഗ്രമായ ബോധവൽക്കരണ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ ജാഗ്രത വളർത്തുകയും ഇത്തരം വ്യാജ സന്ദേശങ്ങളെ വേർതിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏതൊരു കുറ്റകൃത്യവും തടയുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെ പ്രതിരോധം പൊതുജനങ്ങളുടെ കൃത്യമായ ബോധവൽക്കരണവും സംശയദൃഷ്ടിയോടെയുള്ള അവരുടെ പരിശോധനകളുമാണെന്ന് ആന്റി ഫ്രോഡ് സെന്ററിലെ ഉദ്യോഗസ്ഥർ എടുത്തു പറയുന്നു. UAE തൊഴിൽ നിയമം അനുസരിച്ച് ഒരു ജീവനക്കാരിൽ നിന്നും വിസ ചെലവുകൾക്കോ റിക്രൂട്ട്മെന്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി പണം ഈടാക്കാൻ തൊഴിലുടമയ്ക്കോ ഏജൻസികൾക്കോ യാതൊരു അവകാശവുമില്ല.
നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ വളരെ എളുപ്പത്തിൽ വിസ ലഭ്യമാക്കാമെന്നോ ജോലി ഉറപ്പാക്കാമെന്നോ അവകാശപ്പെടുന്ന ഏത് ഓഫറുകളും തികച്ചും സംശയത്തോടെ കാണണം. മുൻകൂറായി പണം ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും സ്ഥാപനവും തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിക്കാവുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക തൊഴിൽ ഓഫറുകൾ തിരിച്ചറിയാൻ UAE വ്യക്തമായ സംവിധാനങ്ങളുണ്ട്. UAE ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം വഴിയാണ് എല്ലാ തൊഴിൽ ഓഫർ ലെറ്ററുകളും നൽകാറുള്ളത്. ഇത്തരത്തിലുള്ള ഔദ്യോഗിക ഓഫർ ലെറ്ററിൽ പതിപ്പിച്ചിട്ടുള്ള ബാർ കോഡുകളും QR കോഡുകളും ഉപയോഗിച്ച് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ആപ്പിലൂടെയോ തന്നെ ഇതിന്റെ വ്യാജവും അല്ലാത്തതും പരിശോധിക്കാൻ സാധിക്കും. കമ്പനികളുടെ ഔദ്യോഗിക ഇമെയിൽ ഡൊമൈനുകൾക്ക് പകരം സൗജന്യ ഇമെയിൽ വിലാസങ്ങളായ Gmail, Yahoo എന്നിവ ഉപയോഗിച്ച് വരുന്ന സന്ദേശങ്ങളെ യാതൊരു കാരണവശാലും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് UAE സർക്കാരിന്റെ പ്രത്യേക ലൈസൻസ് ഉണ്ടായിരിക്കും. വിസ പ്രോസസ്സിംഗിനായി പണം ആവശ്യപ്പെടുന്ന അജ്ഞാത അക്കൗണ്ടുകളിലേക്കോ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ ക്രിപ്റ്റോ വാലറ്റുകളിലേക്കോ പണം അയച്ചു നൽകുന്നത് കടുത്ത അബദ്ധമാണ്. കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ടോ അല്ലെങ്കിൽ വിശ്വസനീയമായ സ്രോതസ്സുകളിലൂടെയോ മാത്രം ജോലി ഓഫറുകളുടെ ഉറപ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് ഇത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാനുള്ള പ്രധാന വഴി. ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ തൊഴിൽ ഓഫറുകളോ വിസ സന്ദേശങ്ങളോ ലിങ്കുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും സമയം കളയാതെ തന്നെ പോലീസിനെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. വ്യാജ വെബ്സൈറ്റുകളെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെയും കുറിച്ച് ദുബായ് പോലീസിന്റെ ക്രൈം പ്ലാറ്റ്ഫോം വഴി നേരിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കൂടാതെ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രാധാന്യമില്ലാത്ത അന്വേഷണങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കും ദുബായ് പോലീസിന്റെ 901 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. തട്ടിപ്പ് വിവരങ്ങൾ ഉടനടി അധികൃതർക്ക് കൈമാറുന്നതിലൂടെ തട്ടിപ്പുകാരെ പിടികൂടാൻ പോലീസിനെ സഹായിക്കുക മാത്രമല്ല മറ്റ് നിരവധി പ്രവാസികൾ ചതിക്കപ്പെടുന്നത് തടയാനും അതുവഴി സാധ്യമാകും. അനാവശ്യ ധൃതിയും അമിത പ്രതീക്ഷകളും മാറ്റിവെച്ച് ജാഗ്രതയോടെയും നിയമപരമായ വഴികളിലൂടെയും മാത്രം തൊഴിൽ വിസകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്. ഗൾഫ് നാടുകളിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും അക്കരയിലൂടെ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.